കൂട്ടുകാരെ, ഞാൻ ഒരു കഥ പറയാം. എന്റെ ഒരു ഇവനിങ് ഷിഫ്റ്റിലായിരുന്നു 22 വയസ്സുകാരനായ രാഹുലിനെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചത്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അവന് ബോധം തിരിച്ചുകിട്ടിയിരുന്നില്ല. വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ അവന് ശ്വസിക്കാൻ കഴിയില്ല. മസ്തിഷ്ക മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ഡോക്ടർമാരുടെ വിധി. രാഹുലിന്റെ അമ്മ ഐസിയുവിന് പുറത്ത് തകർന്നു ഇരിപ്പുണ്ടായിരുന്നു. ഓരോ തവണ ഞാൻ അവന് മരുന്ന് നൽകുമ്പോഴും അവന്റെ കാതിൽ പതിയെ പറയും, രാഹുൽ, നീ എഴുന്നേൽക്കണം, പുറത്ത് നിന്റെ അമ്മ കാത്തുനിൽപ്പുണ്ട്. ആ അമ്മയെ തനിച്ചാക്കി പോകാൻ നിനക്ക് കഴിയില്ലല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോഴും അവന്റെ ഓർമ്മകളായിരുന്നു എനിക്കൊപ്പം. 3 ആഴ്ചകൾ കടന്നുപോയി. ഒരു ശനിയാഴ്ച പുലർച്ചെ ഞാൻ രാഹുലിന്റെ BP പരിശോധിക്കുമ്പോൾ അവൻ എന്റെ കയ്യിൽ പതിയെ പിടിച്ചു. അവന്റെ കൺപോളകൾ പതുക്കെ വിറച്ചു. മിനിറ്റുകൾക്കുള്ളിൽ അവൻ കണ്ണുകൾ തുറന്നു. ഐസിയുവിൽ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകൾ ഓടിക്കൂടി. ശാസ്ത്രത്തിന് അപ്പുറം കരുതലും സ്നേഹവും പ്രാർത്ഥനയും ചേർന്ന അത്ഭുതം. ദിവസങ്ങൾക്ക് ശേഷം രാഹുലിനെ റൂമിലേക്ക് മാറ്റി. ഡിസ്ചാർജ് ആയി പോകുന്ന ദിവസം വീൽചെയറിൽ ഇരുന്ന രാഹുലിന്റെ അരികിലേക്ക് അവന്റെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്റെ മകന് ജന്മം നൽകിയത് ഞാനാണെങ്കിൽ അവന് ജീവിതം തിരിച്ചു നൽകിയത് മോളാണ്. രാഹുൽ ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ റോസാപ്പൂവ് എനിക്ക് നേരെ നീട്ടി. നേഴ്സ് എന്ന ജോലി കേവലം ഒരു തൊഴിലല്ല, അത് ദൈവത്തിന്റെ കൈകളാകാനുള്ള അവസരമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിച്ചു.